ഇൻഡസ്ട്രി തന്നെ ആസിഫ് അലി ഒരു അഭിപ്രായം പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെ പറ്റി ഇത് ഞാൻ മറുപടി ഓൾറെഡി പറഞ്ഞാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ഞാനൊരു പത്രപ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി ഒരു പ്രസ്താവന നടത്തിയതല്ല. മോഹൻലാലും മമ്മൂട്ടിയും എന്നെ ഇന്ന് വരെ ഒരു സിനിമ കണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്നൊരു പ്രസ്താവന നടത്തിയതല്ല ഞാൻ. എന്നോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഇതുപോലൊരു ഇന്റർവ്യൂ സമയത്ത് ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ഇതായിരുന്നു: മൊഴി എന്ന സിനിമ കണ്ടിട്ട് രജനീകാന്ത് നിങ്ങളെ വിളിച്ച് അഭിനന്ദിച്ചു എന്ന് നിങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അത് ശരിയാണോ? ശരിയാണ്. മൊഴി എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് കണ്ടിട്ട് രജനീകാന്ത് സാർ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒരു 3/4 മണിക്കൂർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ആ സിനിമയിൽ എൻ്റെ അഭിനയത്തെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ അത് ശരിയാണെങ്കിൽ പൃഥ്വിരാജ്, തമിഴിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്ത് നിങ്ങളെ വിളിച്ചിങ്ങനെ അഭിനന്ദിച്ചു, മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ, അതായത് മോഹൻലാലോ മമ്മൂട്ടിയോ നിങ്ങളെ വിളിച്ചിങ്ങനെ അഭിനന്ദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞാനൊരു സത്യസന്ധമായ ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. ഇല്ല, അവരെന്നെ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട്, മമ്മൂക്ക ഞാൻ പോക്കിരി രാജ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരുപാട് സിനിമകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആ സിനിമ ഞാൻ കണ്ടു, അത് നന്നായിരുന്നു, ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ മാണിക്കക്കല്ല് കണ്ടു, നീ വളരെ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് എന്നെ ഒരു ഫോണിൽ വിളിച്ചിട്ട് ഇന്നലെ നിന്റെ ആ സിനിമ കണ്ടു നന്നായിരുന്നു എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. അങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ സത്യസന്ധമായ ഉത്തരം പറഞ്ഞു എന്ന് മാത്രം. ആസിഫ് അലിയെ ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ആസിഫ് അലിയെ വിളിച്ച് അഭിനന്ദിച്ചില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ആസിഫ് അലി അഭിനയിച്ച സിനിമകളിൽ ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ. അത് ട്രാഫിക് എന്ന് പറഞ്ഞൊരു സിനിമ മാത്രമാണ് ആസിഫ് അഭിനയിച്ച സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ട്രാഫിക് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് വിളിച്ച് അഭിനന്ദിക്കാൻ തോന്നിയത് അതിന്റെ തിരക്കഥാകൃത്തുകളെയും സംവിധായകനെയുമാണ്. അവരെ 3 പേരെ ഞാൻ വിളിച്ച് അഭിനന്ദിച്ചു. പൃഥ്വിരാജ് എന്ന താരത്തെയാണോ പൃഥ്വിരാജ് എന്ന നടനെയാണോ മലയാളി ഇഷ്ടപ്പെടുന്നത്? ഞാനൊരു താരമായി അല്ലെങ്കിൽ ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നാളത്തെ സിനിമാ വ്യവസായത്തിൽ താരങ്ങൾ തന്നെ ഇല്ലാതാകണം. തീർച്ചയായിട്ടും അന്നും ശമ്പളം കൂടുതൽ വാങ്ങിക്കുന്ന നടന്മാരും ശമ്പളം കുറവ് വാങ്ങിക്കുന്ന നടന്മാരും ഉണ്ടാകും. പക്ഷെ ഒരു നടനെ ചുറ്റിപ്പറ്റി ഒരു പ്രോജക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്ന പ്രവണത ഇല്ലാതാകണം. എൻ്റെ വിശ്വാസം, ഒരു താരം എന്ന് പറയുന്ന ഈ ഒരു പട്ടം അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ എന്നത് തന്നെ ആരും സ്വയം നേടിയെടുക്കുന്നതല്ല. അതൊരു അഭിനേതാവിന് ഒരു ജനതയ്ക്ക് മുന്നിൽ സ്വീകാര്യത നേടിക്കഴിയുമ്പോൾ ആ ജനത നൽകുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതല്ലെങ്കിൽ കഴിഞ്ഞ 11 വർഷങ്ങളായി ഞാൻ 60-65 സിനിമകളിൽ ഇവിടെ അഭിനയിക്കില്ലല്ലോ. 2 സിനിമ കഴിയുമ്പോൾ എൻ്റെ സിനിമകൾ കാണുന്ന ആൾക്കാർ നിർത്തില്ലേ? അപ്പം എൻ്റെ സിനിമകൾക്ക് ഇന്നും പ്രേക്ഷകരുണ്ടെങ്കിൽ, എന്നെ വെച്ച് ഇന്നും സിനിമ എടുക്കാൻ നിർമ്മാതാക്കളും സംവിധായകരും സന്നദ്ധരാണെങ്കിൽ, ഞാനെന്ന നടൻ ഇവിടെ അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ നടന്, പൃഥ്വിരാജ് എന്ന നടന് ഒരു താരമെന്ന അംഗീകാരം അല്ലെങ്കിൽ ഒരു പട്ടം കേരളത്തിലെ സിനിമാ പ്രേക്ഷക സമൂഹം തന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പ്രേക്ഷകർ തന്നെയാണ് പറയേണ്ടത്, ഞാനല്ല. ഈ അടുത്ത കാലത്ത് വിവാദം ഇമേജിനെ ബാധിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നല്? ഏത് വിവാദം? ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് മാതൃഭൂമി നടന്നൊരു ചർച്ചകളുണ്ട്. അത് പൃഥ്വിയുടെ ഇമേജിന് എന്തെങ്കിലും ഒരു അങ്ങനെ എപ്പോഴെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു നടനെ അല്ല. ഞാൻ എൻ്റെ ഇമേജ് വളർത്തിയെടുക്കുക, എല്ലാവരുടെ മുമ്പിലും ഞാനൊരു നല്ല ആളായി തന്നെ നിന്ന് എല്ലാവരുടെയും ഒരു സീമന്തപുത്രനായി ഇവിടെ നിലനിൽക്കുക എന്നൊന്നുമുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ആക്ടറേ അല്ല ഞാൻ. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ആ സിനിമകളിൽ അഭിനയിക്കും. എനിക്ക് സിനിമയ്ക്ക് പുറത്തൊരു വലിയ സോഷ്യൽ ലൈഫ് എന്നുള്ള ഒരാളല്ല ഞാൻ. എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ എന്നെ പരിചയമുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഞാൻ തിരിച്ച് റൂമിൽ വരും, പുസ്തകം വായിക്കും, TV കാണും, ന്യൂസ് കാണും, അല്ലെങ്കിൽ സിനിമ കാണും. അങ്ങനെ അല്ലാതെ സിനിമ കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ സുഹൃത്ത് വലയം, അവരുടെ കൂടെ ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഇന്ന പത്രത്തിൽ അയാൾ ഇങ്ങനെ എഴുതി, ഇന്ന വെബ്സൈറ്റിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ന്യൂസുകൾ എന്നിലേക്ക് എത്തിക്കുക, അങ്ങനെ ഒരു ലൈഫേ ഉള്ള ഒരാളല്ല ഞാൻ. ഇത് ഈ ഇൻട്രോവേർട്ട് ആണെന്ന് എന്നെ പറ്റി വളരെ സവിശേഷത ആയിട്ട് നിങ്ങൾ പറയേണ്ട. കാരണം എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. എൻ്റെ എനിക്കുള്ള 3-4 സുഹൃത്തുക്കളിൽ കൂടുതൽ ആൾക്കാരും എന്നെ പോലെ തന്നെയാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു പാർട്ടി ആനിമൽസ് ഒന്നും അല്ല. ഞാനതിലൊരു സിനിമാ നടനായി പോയെന്ന് പറയുമ്പോഴാണ് ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഒരു ഇൻട്രോവേർട്ടിസം എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്, അങ്ങനത്തെ ഒരു വാക്കില്ല, ഒരു കുറ്റമാണെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ എനിക്ക് എൻ്റെ ഒരു ഇമേജ്, ഇമേജ് തകർന്നു, അങ്ങനൊന്നും ചിന്തിക്കുന്ന ആളെ അല്ല ഞാൻ. ഞാനെന്ന നടന് സ്വീകാര്യത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണത്തിന് ശേഷം എന്നെ വെച്ചാൽ സിനിമ എടുക്കാൻ പാടില്ല. പക്ഷെ ഞാനിപ്പോഴും ദൈവാനുഗ്രഹിച്ച് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ സിനിമകൾ റിലീസാവുന്ന സിനിമകൾ, കല്യാണം കഴിഞ്ഞ് ആദ്യം റിലീസായത് മാണിക്കക്കല്ലാണ്. അതൊരു വലിയ ഹിറ്റാണ് ആ സിനിമ. ഉറുമി ഒരു വലിയ വിജയമാണ് ആ സിനിമ. അടുത്ത് റിലീസാകാൻ പോകുന്ന തേജാഭായാണ്, അതൊരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ഒരു ഇമേജിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഐ റിയലി ഡോണ്ട് കെയർ.